ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ഞാൻ ദ വേർഡ് സ്റ്റാഷിങ് റിലേഷൻഷിപ്സിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റാഷിങ്, അതിന് രണ്ട് ആംഗിൾ ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ചർച്ച ചെയ്യാനോ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയണത്. ഇപ്പോൾ ജയം രവി, ആക്ടർ ജയം രവിയുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടും അല്ലെങ്കിൽ അതിൻ്റെ പല തലങ്ങളിൽ ഇങ്ങനെ നോക്കി കാണുകയാണ്. എന്നിരുന്നാൽ നമുക്കത് ഫുള്ളായിട്ട് ജസ്റ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അവിടെയാണ് സ്റ്റാഷിങ് വളരെ റെലവൻ്റായിട്ട് എനിക്ക് ഇവിടെ വന്ന് പറയാൻ തോന്നിയത്. സ്റ്റാഷിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അറ്റ്മോസ്റ്റ് പ്രൈവസിയിൽ അത് കീപ്പ് ചെയ്യാം. അതായത് നമ്മുടെ ഫാമിലീസിൽ നിന്നും നമ്മുടെ ഇന്നർ സർക്കിളിൽ നിന്ന് വരെ ആ റിലേഷൻഷിപ്പ് നമ്മൾ ഹൈഡ് ചെയ്യണ തന്നെയാണ് പറയുക. അതൊരു പരിധി വരെ വളരെ നല്ലൊരു കൾച്ചറാണ്, ഒരു സിസ്റ്റമാണ്. നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റീനെ പേടിക്കണ്ടെന്ന് പറയും. പേടിക്കണ്ട, കുറേ നമ്മുടെ അടുത്ത് ശരിയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ അഹങ്കാരം വരിക. പക്ഷേ നമ്മളല്ലല്ലോ ഈ സമൂഹം. അപ്പോൾ നമ്മൾ സമൂഹത്തിനെയും പേടിക്കണം, ലോകത്തിനെയും എല്ലാവരെയും പേടിക്കണം എന്ന് വെച്ച് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നല്ല. ഗീവ് റെസ്പെക്റ്റ് ടു ദ നോർമൽ സൊസൈറ്റി. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റാഷിങ്ങിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ആ റിലേഷൻഷിപ്പിൽ അവർക്ക് പല ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ് സ്റ്റാഷിങ്ങിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജസ്. പക്ഷെ നമ്മളെപ്പോഴും ഡിസഡ്വാൻറ്റേജിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എസ്പെഷ്യലി കെനീഷയുടെയും രവി മോഹൻ്റെയൊക്കെ ഇൻസിഡൻ്റ് എടുത്താൽ അവർ വളരെ മെച്യൂറായിട്ടും വളരെ സീരിയസ് ആയിട്ടും ലൈഫിനെ കാണുന്ന, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസൊക്കെ കണ്ടപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ലൈഫ് ദേ ഗോൺ ത്രൂ എന്ന് മനസ്സിലായി. ഈ ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് കണ്ടാലും ജനങ്ങൾക്ക് നശിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്കത് എന്തോ ഒരു അസൂയ, ജലസി, അതൊക്കെ നാച്ചുറലാണ്. നമുക്കില്ലാത്തത് വേറെ ആർക്കും ഉണ്ടായിക്കൂടാ. അതല്ലെങ്കിൽ ഒരു പൂവാണെങ്കിലും ഒന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടാൽ അതിനൊന്ന് പൊട്ടിക്കുക, അതും ഒരു സ്നേഹമാണ്. അപ്പോൾ അവിടെയാണ് സ്റ്റാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു റെലവൻറ്റ് കേസിൽ അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതവിടെ വളരെ പ്രശ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും അവരെ പരിഹസിക്കുന്ന രീതിയിൽ ഇങ്ങനെ പുറത്ത് കാണിച്ച് നടന്ന, അവർക്ക് ആ പ്രൈവസിയിൽ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യായിരുന്നു. അവരുടെ ഡിവോഴ്സ് ഡിഗ്രി കൈ കിട്ടുന്ന വരെയെങ്കിലും അറ്റ്ലീസ്റ്റ്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ സ്റ്റാഷിങ്ങിനെ നെഗറ്റീവായിട്ട് എടുക്കാം. കാരണം അവിടെ ബ്ലൈൻഡായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ ഒരു ഓപ്ഷനാക്കി വെച്ച് സീക്രസിയിൽ വെച്ച് പറ്റിക്കുകയാണെങ്കിൽ അതൊരു ബാഡ് ഇമ്പാക്റ്റാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഇവരുടെയൊക്കെ 40 വയസ്സിൻ്റെ മുകളിൽ വരുന്ന എല്ലാ റിലേഷൻഷിപ്പും മെച്യൂർ റിലേഷൻഷിപ്പാണെന്നാണ് വെക്കുന്നത്. പക്ഷേ അവിടെയും ഇമ്മെച്യൂരിറ്റി കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവിടെയും കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താണ് അതിൻ്റെ ആവശ്യം? ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തം ജീവിതം സ്വന്തം നന്നായി ജീവിക്കാനുള്ള മാർഗങ്ങൾ അറിയുമ്പോൾ അതിനു വേണ്ടി ലൈഫ് തിരഞ്ഞെടുക്കാൻ ധൈര്യപ്പെടുന്നവരാണ് സ്വന്തം ലൈഫ് ചൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തും നമ്മളോട് തന്നെ നീതി പുലർത്തിയില്ലെങ്കിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വന്നാൽ നമ്മൾ സന്തോഷമായിട്ട് പിരിയുക. അതാണ് മെച്യൂരിറ്റി. അപ്പോൾ ആ ഒരു ഫേസ് എത്തണ വരെ ജയം രവി, കെനീഷയും അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ സീക്രസി കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ വഷളാവേണ്ടി വന്നത്. ഇനി ഈ പ്രശ്നം വഷളായിട്ടില്ലെങ്കിൽ പോലും അത് മറ്റൊരു പേഴ്സണെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചിട്ട് അവർ അണ്ടർഗോ ചെയ്തിരുന്ന ആ ബ്യൂട്ടിഫുൾ ലൈഫിന് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യണു. ജീവിതം സെലിബ്രേറ്റ് ചെയ്തും സ്നേഹത്തോടെയും ജീവിക്കാനുള്ളതാണ്. അതിനുള്ള ഓപ്ഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേണമെന്ന് വെക്കുന്നവർ നന്നായി ജീവിക്കട്ടെ. അതൊരു പ്രൈവസിയിലായിക്കോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.